ഇവരെ സംബന്ധിച്ചിടത്തോളം വി എസിനെ നന്നായവർക്ക് കാണാൻ കഴിഞ്ഞു. ഈ കാണുന്ന ജനാവലി ഇതൊരു പാർട്ടിക്കാരല്ല, പല പാർട്ടിക്കാരുണ്ട്, പല വർണ്ണത്തിലും വർഗത്തിലും എല്ലാം പെട്ട ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല മനുഷ്യന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ യാത്രയപ്പ് ആ യാത്രയപ്പിന് വേണ്ടിയാണ്. കണ്ടോ വി എസിനെ കണ്ടോ? എന്തറിയാ, എനിക്ക് ഒരു 12 വയസ്സൊരു കാലഘട്ടമുള്ളൂ. ഇദ്ദേഹം സെക്രട്ടറിയിൽ വന്ന് ഈ ഗ്രൂപ്പ് ഇതുണ്ടല്ലോ, എന്താ പറയുക, മിച്ചപോയി സമരത്തിൽ ഞങ്ങൾക്ക് വന്നിട്ട് ഞങ്ങളൊരു മിച്ചപോയി സമരത്തിൽ ജീവിച്ചിട്ട ഒരാളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറയാൻ നിരവധി സമരങ്ങളുണ്ട്. വി എസിൻ്റെ സമരങ്ങളുണ്ട്. മിച്ചഭൂമി സമരം നമ്മൾക്കറിയാം. പുന്നപ്രയിലും വയലാറിലും മതികെട്ടാനിലും എല്ലാം അദ്ദേഹം നടത്തിയിട്ടുള്ള സമരം. ഒരു മനുഷ്യൻ്റെ കാലിലൂടെ ബയണറ്റ്, തോക്കിൻ്റെ ബയണറ്റ് കുത്തിക്കയറുമ്പോഴും കരഞ്ഞിട്ടില്ലാത്ത വി എസ്. ആ വി എസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പോകുന്നില്ല, വി എസ് എന്ന മനുഷ്യൻ പോകുന്നില്ല. അദ്ദേഹം വി എസിന് ഏറ്റവും ഒടുവിലെ ഒരു യാത്രയപ്പ് അവർ നൽകുമ്പോൾ ഇപ്പോൾ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നമ്മൾക്കറിയാം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ വി എസ് നമ്മളിൽ നിന്ന് പോകും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആശയം ഒരിക്കലും പോകില്ല. അദ്ദേഹം നടത്തിയിട്ടുള്ള സമര പോരാട്ടങ്ങൾ പോകില്ല. അതൊരു ചരിത്രമാണ്. അത് വിദ്യാർത്ഥികൾ പഠിക്കേണ്ട ഒരു ചരിത്രമാണ്. വരും തലമുറ അറിയേണ്ട ഒരു ചരിത്രമാണ്. നമ്മൾക്കറിയാം പാളയിൽ കഞ്ഞു കുടിക്കില്ല, തമ്പ്രാനെന്ന് വിളിക്കില്ല, അങ്ങനെയെല്ലാം നമ്മളെ പഠിപ്പിച്ച, മനുഷ്യരെ പഠിപ്പിച്ച, മനുഷ്യനെ സംഗീതം പോലെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച നല്ലൊരു മനുഷ്യന്, നല്ലൊരു കമ്മ്യൂണിസ്റ്റിന്, നല്ലൊരു മുൻ മുഖ്യമന്ത്രിക്ക് കേരളത്തിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല യാത്രയപ്പ് ആ യാത്രയപ്പാണ് ഇവിടെ കാണുന്നത്. സ്ത്രീകൾക്ക് വേണ്ടി എന്നും പൊരുതിയിട്ടുള്ള, സ്ത്രീകൾക്ക് വേണ്ടി എന്നും മുന്നിൽ നിന്നിട്ടുള്ള ഒരു നല്ല മനുഷ്യൻ. സ്ത്രീകൾക്കെതിരെ അതിക്രമം നടത്തുന്നവരെ പെരുവഴിയിലൂടെ കയ്യാമം വെച്ച് നടത്തിക്കൊന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ, അത് ചെയ്ത് കാണിച്ച ഒരു മുൻ മുഖ്യമന്ത്രി, കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി, കേരളത്തിലെ നല്ലൊരു മനുഷ്യൻ. ആ മനുഷ്യന് കേരളത്തിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല യാത്രയപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മഴയാണ്, ശക്തമായ മഴയാണ്. ആ മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്തോട്ടെ, അത് ഞങ്ങളെ ബാധിക്കുന്നില്ല. ആ മഴയൊന്നും ഞങ്ങൾക്കൊരു മഴയല്ല, ആ മഴയെ ഞങ്ങളെ ബാധിക്കുന്നില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ജനം. അതെല്ലാം ഈ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ പി എസ് കൊണ്ട മഴ, പി എസ് കൊണ്ട വെയിൽ, അതൊന്നും ഞങ്ങൾക്ക് വേണ്ടിയുള്ളതായിരുന്നു അതെല്ലാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞങ്ങൾക്കൊള്ളുന്ന മഴയും ഇപ്പോൾ ഞങ്ങൾക്കൊള്ളുന്ന വെയിലും ഒന്നുമല്ല എന്നിവർ ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുകയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം, ഈ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, ആ ചേച്ചിമാരൊക്കെ കുറേ നേരമായോ കാത്തു നിൽക്കുന്നത് പോകുള്ളൂ. കണ്ടിട്ടേ പോകുള്ളൂ. തന്നെയാണ് ഈ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം. അവർക്ക് വേണ്ടിയല്ല. ശക്തമായ മഴയൊക്കെ ഉണ്ട്. കണ്ടിട്ടേ പോകണുള്ളൂ. സഖാവ് ഞങ്ങളുടെ നെഞ്ചിലുണ്ട്. തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അവർ വി എസിനെ കണ്ടേ മടങ്ങുള്ളൂ. കാരണം നമ്മൾക്ക് അറിയാം, സ്ത്രീകൾക്ക് വി എസിനോടൊരു പ്രത്യേക സ്നേഹമുണ്ടായിരുന്നു. കാരണം വി എസിൻ്റെ അടുത്ത് ഒരു പ്രശ്നവുമായി ചെന്നാൽ ആ പ്രശ്നത്തിന് പരിഹാരമില്ലാതെ വി എസ് മടങ്ങില്ലായിരുന്നു. വി എസ് നടത്തിയിട്ടുള്ള സമരങ്ങളും പോരാട്ടങ്ങളും ഭൂരിഭാഗവും സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതായിരുന്നു. കേരളത്തിൽ സ്ത്രീകൾക്കെതിരെ അതിക്രമം നടത്തുന്നവരെ കയ്യാമം വെച്ച് തെരുവിലൂടെ നടത്തിക്കുമെന്ന് പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി, നല്ലൊരു കമ്മ്യൂണിസ്റ്റ്, നല്ലൊരു മനുഷ്യൻ. ആ മനുഷ്യന് നൽകാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ യാത്രയപ്പ് ആ യാത്രയപ്പാണ് കേരളത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയുടെ റിക്രിയേഷൻ ഗ്രൗണ്ട് അതിന് വേദിയായി മാറുന്നു എന്നുള്ളതാണ്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നൂറുകണക്കിന് ആളുകളാണ് ഇങ്ങോട്ടേക്ക് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. മണിക്കൂറുകളേറെയായെങ്കിലും അവരെ അതൊന്നും ബാധിക്കുന്നില്ല, അല്ലേ? അങ്ങനെയല്ലേ? ഒരു മണിക്ക് വന്ന് അത് വി എസിനെ കാണണം. അതുതന്നെയാണ് ഈ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം. അവർക്ക് വി എസിനൊന്ന് കണ്ടാൽ മതി. വി എസ് വലിയൊരു വികാരമായിരുന്നു. വി എസ് ഞങ്ങൾക്ക് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അവർ പറയുന്ന മറുപടി ഇതായിരുന്നു വി എസ്. നമുക്ക് കാണാം റിക്രിയേഷൻ ഗ്രൗണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുന്നു ജനത്തെ കൊണ്ട്. ഇപ്പോഴും ആളുകൾ ഒഴുകിയെത്തുകയാണ്. കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് വി എസിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണോ? വി എസ് കേരളത്തിലെ മൊത്തം ആളുകളൊരു വികാരമാണ്. വി എസ് എന്ന് പറഞ്ഞാൽ കണ്ടിടം അത് പോരാട്ടത്തിൻ്റെ മറുവാക്കാണ്, നിലപാടിൻ്റെ മറുവാക്കാണ്. അടിച്ചമർത്തപ്പെട്ടവൻ കൂടുതൽ ഊർജ്ജത്തോടെ മുന്നോട്ട് വിളിക്കാനുള്ള ഒരു ആവശ്യമാണ് വി എസിന്.
തന്നെയാണ് ഈ പോരാട്ടത്തിൻ്റെയും അടിച്ചമർത്തപ്പെട്ടവൻ്റെയും എല്ലാം രാഷ്ട്രീയമായിരുന്നു വി എസ്. സാധാരണക്കാരന് നീതി നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ നീതി ഞാൻ വാങ്ങിക്കൊടുക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ കഴിയാത്ത രണ്ടക്ഷരം വി എസ് ആയിരുന്നു ശരി എന്ന് കേരളം ഒരിക്കൽ കൂടി ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഇക്കാണുന്ന ജനക്കൂട്ടം അതിന് സാക്ഷ്യം വഹിക്കുന്നു. അവർ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വി എസിൻ്റെ വീട്ടിലേക്ക് ഇന്നലെ മുതൽ തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നു. ആ കണ്ണൂരിൽ നിന്നും കാസർഗോഡിൽ നിന്നും കോഴിക്കോട് നിന്നും ഇടുക്കിയിൽ നിന്നും വയനാടിൽ നിന്നുമെല്ലാം ഒഴുകിയെത്തിയ ജനം. അവർക്ക് വി എസ് എന്ന രണ്ടക്ഷരം അത് പോരാട്ടമായിരുന്നു, പോരാട്ടത്തിൻ്റെ യൗവനമായിരുന്നു. വി എസ് വിട്ടുപിരിയുമ്പോൾ ആ വി എസ് മാത്രമാണ് വിരിയുന്നത്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളിൽ നിന്ന് നിലനിൽക്കുന്നുവെന്ന് ഈ ജനം, ഈ ഒഴുകി വരുന്ന ജനം ഇപ്പോഴും വിളിച്ചു പറയുന്നു എന്നുള്ളതാണ്. എന്തായാലും റിക്രിയേഷൻ ഗ്രൗണ്ടിൽ ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകളെ സംബന്ധിച്ചിടത്തോളം വി എസ് ഞങ്ങൾക്ക് എല്ലാമായിരുന്നു. ആ വി എസിന് വേണ്ടി മണിക്കൂറുകൾ കാത്തു നിൽക്കുന്നതിനോ ഈ പെരുമഴ കൊള്ളുന്നതിനോ ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല എന്ന് തന്നെയാണ് ഈ ആളുകൾ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വി എസിൻ്റെ വീട്ടിൽ നിന്നും വൈകുന്നേരം 3 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ സംസ്കാര നടപടികളെല്ലാം തന്നെ നടക്കുമെന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ സമയം 7:25 എന്നാലും ഇനിയും മണിക്കൂറുകൾ എടുക്കും. കാരണം ഇപ്പോഴും ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മുഴുവൻ ആളുകളും കണ്ടു തീർക്കാതെ ഇവിടെ നിന്നും വി എസിനെ അന്തിമ ചുടുകാട്ടിലേക്ക് കൊണ്ടുപോകില്ല എന്നാണ്, വലിയ ചുടുകാട്ടിലേക്ക് കൊണ്ടുപോകില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ മുഴുവൻ ആളുകൾക്കും അദ്ദേഹത്തെ കാണാനുള്ള അവസരവും ഇവിടെ ഉണ്ടായിരിക്കും.